ഇപ്പോൾ LDF കൺവീനർ EP ജയരാജൻ കൂടി ചേരുന്നു. EP ജയരാജൻ, താങ്കൾക്ക് വ്യക്തിപരമായും കൂടി വലിയ അടുപ്പം, സംഘടനാ തലത്തിൽ മാത്രമേ വ്യക്തിപരമായി കൂടി അടുപ്പമുള്ള നേതാവായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആ സംഭാവനകളെ സ്മരിക്കുന്നത്? ബുദ്ധദേവ് ഭട്ടാചാര്യയും ഞാനും തമ്മിൽ ഒരു 40-45 വർഷക്കാലത്ത് അടുത്ത ബന്ധമുണ്ട്. DYFI രൂപീകരണത്തിന് മുൻപ് തന്നെ DYFI രൂപീകരണത്തിന് വേണ്ടി രൂപീകരിച്ച അതിന്റെ പ്രിപ്പറേറ്ററി കമ്മിറ്റിയിൽ ഞങ്ങൾ രണ്ടുപേരും അംഗങ്ങളായി പ്രവർത്തിച്ചിരുന്നു. DYFI രൂപീകരണത്തിന് ശേഷവും ഭാരവാഹികളായി ഞാനും അദ്ദേഹവും ഒക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, സംഘടനാ കാര്യങ്ങളിലെല്ലാം പരസ്പരം ആലോചിച്ചും ചർച്ചയും തീരുമാനങ്ങൾ കൈക്കൊള്ളാറുണ്ട്. DYFIയുടെ ഭാഗമായിട്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രതിനിധിസംഘം പോകുന്ന കൂട്ടത്തിൽ ഞാനും ബുദ്ധദേവും ഒക്കെ അതിലംഗങ്ങളായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഏറ്റവും അധികം വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഏറ്റവും ലളിതമായ ജീവിതം, ഏറ്റവും വളരെ 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 എന്നും വെള്ള വസ്ത്രധാരിയായി നിന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാർക്സത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യവും പ്രായോഗിക രംഗത്ത് വ്യക്തമായ ദിശാബോധവുമുള്ള ഒരാളായിരുന്നു. എന്നും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ബംഗാളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വളരെ ഫലപ്രദമായിരുന്നു. എന്നാൽ വർഗശത്രുക്കൾക്ക്, വലതുപക്ഷ ശക്തികൾക്ക് ആക്രമിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് തന്നെ പല എതിർപ്പുകളും അവിടുത്തെ പാർട്ടിയും അവിടുത്തെ പ്രസ്ഥാനവും നേരിടുകയുണ്ടായി. ഈ എതിർപ്പുകളെല്ലാം നേരിട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിച്ച് പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ നേതാവ്. ഇന്ത്യയിലെ കരുത്തുറ്റ യുവജന പ്രസ്ഥാനമായ DYFA രൂപീകരിക്കാനും വളർത്തിയെടുക്കാനും ഏറ്റവും മഹനീയമായ പങ്ക് വഹിച്ച ഒരു വലിയ നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ തലമുതിർന്ന നിരയിലെ ഒരു നല്ല സംഘാടകനും പണ്ഡിതനും മാർക്സിയൻ പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിയോഗം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന നഷ്ടമാണ്. കുറെ കാലമായി അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ആ ഘട്ടങ്ങളിലും അദ്ദേഹം ഡൽഹിയിൽ വരുമ്പോൾ വളരെ നന്ദി ശ്രീ EP ജയരാജൻ. ഈ സാഹചര്യത്തിൽ താങ്കളുടെ വ്യക്തിപരമായ അനുഭവം കൂടി ഓർത്തെടുത്ത് ഇപ്പോൾ